സാംസ്കാരിക മൂല്യങ്ങൾ കൊണ്ടും പ്രകൃതി വൈവിധ്യങ്ങൾ കൊണ്ടും കണ്ണു ചിമ്മിപ്പിക്കുന്ന സമ്പൽ സമൃദ്ധി കൊണ്ടും ലോകത്തെ തന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു രാജ്യം ഭാരതം. പുരാതനമായ പാരമ്പര്യങ്ങളും വിശ്വവിഖ്യാതമായ സ്മാരകങ്ങളും ദ്രുതഗതിയിലുള്ള വാണിജ്യ വളർച്ചയും ഭാരതത്തിൻ്റെ യശസ് ലോകരാജ്യങ്ങളിൽ തന്നെ ഒരു ചർച്ചാ വിഷയമായി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് 1500കളുടെ ആരംഭത്തിൽ വാസ്കോ ഡ ഗാമ എന്ന പോർച്ചുഗീസുകാരൻ ഭാരതത്തിൻ്റെ മണ്ണിൽ കോഴിക്കോടിനടുത്ത് കാപ്പാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ കപ്പലിറങ്ങുന്നത്. ഭാരത സംസ്കാരത്തെ അലങ്കരിക്കുന്ന അതിഥി ദേവോ ഭവ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ആ കൊച്ചു ഗ്രാമത്തിലെ നാട്ടുകാർ അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹത്തോടെ വരവേൽക്കുകയുണ്ടായി. പിന്നീടുള്ളത് മറ്റൊരു ചരിത്രമായിരുന്നു. യാതനകളുടെ, വേദനകളുടെ, ദാരിദ്ര്യത്തിൻ്റെ, അടിമത്വത്തിൻ്റെ, വിദേശ ശക്തികളുടെ ചൂഷണത്തിൻ്റെ ചരിത്രം. പോർച്ചുഗീസുകാർക്ക് പുറകെയായി ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, വൈകിയാണെങ്കിലും ഭാരതത്തിൽ രാഷ്ട്രീയാധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാർ, അങ്ങനെ എത്രയെത്ര പേർ. വാണിജ്യം എന്ന പേരിൽ ഭാരത മണ്ണിൽ കാലുകുത്തിയ ഈ വിദേശ ശക്തികളുടെ ലക്ഷ്യം മറ്റു പലതുമായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളിലും ഭാരതത്തിൻ്റെ അമൂല്യമായ നിധി ശേഖരണങ്ങളിലുമായിരുന്നു അവരുടെ കണ്ണുകൾ. അതിനായി കയ്യൂക്കും അധികാരവും ആയുധങ്ങളും അവർ യഥേഷ്ടം ഉപയോഗിച്ചു. ഭാരതീയർക്ക് അന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത ചിതറിക്കിടക്കുന്ന നാട്ടുരാജ്യങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുകയും അവരെ കൊള്ളയടിപ്പിക്കുകയും ചെയ്യുന്ന സിദ്ധാന്തം അവർ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. 1700കളുടെ ആരംഭത്തിൽ ഇന്ത്യയെ ദീർഘകാലം ഭരിച്ചിരുന്ന ശക്തരായ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വലിയൊരു മുതൽക്കൂട്ടായി. 1787 നടന്ന പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളം അന്നത്തെ ബംഗാൾ നവാബായിരുന്ന സിറാജ് ദൗളയെ പരാജയപ്പെടുത്തി. അതോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യ വാഴ്ചയുടെ ആരംഭമായിരുന്നു. സാധാരണക്കാരെ ദാരിദ്ര്യത്തിലേക്കും അടിമത്തത്തിലേക്കും വലിച്ചിഴച്ചുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ഉത്തരേന്ത്യയിൽ നിന്നും സിഖ് കലാപവും സന്യാസി കലാപവും, ദക്ഷിണേന്ത്യയിൽ നിന്ന് നമ്മുടെ ഐതിഹാസിക പുരുഷന്മാരായ വേലുത്തമ്പി ദളവ, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, പഴശ്ശിരാജ തുടങ്ങിയ രാജാക്കന്മാരിൽ നിന്നും ഒറ്റപ്പെട്ട പ്രക്ഷോഭങ്ങൾ കമ്പനിക്ക് നേരിടേണ്ടി വന്നു. ജനസംഖ്യയിൽ അധികമുള്ള ഭാരതീയരെ നിയന്ത്രിക്കാൻ തങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഭാരതത്തിലെ ജനങ്ങളെ അവരുടെ ശിപ്പായികളായി പ്രവർത്തിക്കാൻ കമ്പനി തിരഞ്ഞെടുക്കുകയുണ്ടായി. കമ്പനിക്ക് താഴെയാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിലും ഇവർക്ക് തുച്ഛമായ വേതനവും നിന്നയുമാണ് ലഭിച്ചിരുന്നത്. കമ്പനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളിൽ പശുക്കളുടെയും പന്നികളുടെയും കൊഴുപ്പടങ്ങിയ ആയുധ സാമഗ്രികൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഹിന്ദുക്കളും മുസ്ലിംസും അടങ്ങിയ ശിപ്പായി കൂട്ടായ്മയിൽ ഇത് വലിയൊരു പ്രക്ഷോഭത്തിന് തന്നെ കാരണമായി. 1857 മാർച്ച് 29 സിപ്പായികളിൽ ഒരാളായ മംഗൽ പാണ്ഡെ എന്ന ചെറുപ്പക്കാരൻ ബ്രിട്ടീഷുകാർക്കെതിരെ വെടിയുതിർക്കുകയും വലിയൊരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീടിത് ലോക ചരിത്രത്തിൽ ശിപ്പായി ലഹള എന്നറിയപ്പെട്ടു. ഭാരതത്തിൻ്റെ ആദ്യ സ്വാതന്ത്ര്യ സമരം എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു. അന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സംഘടിത പ്രക്ഷോഭം രാജ്യത്തുടനീളം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേരിടേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ഝാൻസി റാണി, ബഹദൂർ ഷാ രണ്ടാമൻ തുടങ്ങിയവരുടെ നേതൃത്വ പാടവം കമ്പനിക്ക് വലിയൊരു വെല്ലുവിളിയായി. ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന സമ്പാദ്യത്തിൻ്റെ മൂല്യം വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ പ്രക്ഷോഭത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണാധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ 1787 അന്ന് ബ്രിട്ടൻ ഭരിച്ചിരുന്ന വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെയും ചക്രവർത്തിനിയായി അവരോധിക്കപ്പെട്ടു. സംഘടിതമായ പോരാട്ടത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയ ഭാരതീയർ 1885 തങ്ങളുടെ സ്വാതന്ത്ര്യ സമര സ്വപ്നങ്ങൾക്ക് പുത്തൻ പ്രകാശമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാക്കി. അക്കാലത്ത് ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ വൻ പ്രക്ഷോഭം നടക്കുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ലോർഡ് കേഴ്സന്റെ നേതൃത്വത്തിൽ 1905 ബംഗാൾ വിഭജനം സാഫല്യമാക്കി. തുടർന്ന് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റി എഴുതപ്പെട്ടു. സംഘടിതമായ വിദ്യാഭ്യാസ സമ്പന്നരായ യുവതലമുറയുടെ ഒരു വളർച്ച മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് തടയുന്നതിനായി മതവിദ്വേഷമെന്ന വർഗീയ വിഷം
ഒരു വിഭജനീയ തന്ത്രമായി ഉപയോഗിച്ചു. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തിയ, ചിരിച്ചുകൊണ്ട് മരണത്തെ നേരിടുന്ന പല യോദ്ധാക്കളെയും നമ്മൾ കണ്ടു. 1914 മുതൽ 1918 വരെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സിപ്പായികളെ യഥേഷ്ടം ഉപയോഗിച്ചു. 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഒരു യുവാവിൻ്റെ വരവോടെ ഇന്ത്യയുടെ ചരിത്രം മാറ്റിയെഴുതപ്പെട്ടു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇന്ത്യയുടെ മഹാത്മാഗാന്ധി അന്നേ വരെ ഇന്ത്യ കണ്ടിരുന്ന പ്രക്ഷോഭ സിദ്ധാന്തങ്ങളെ മാറ്റിയെഴുതുന്നതായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ശൈലി. അഹിംസയിലൂന്നിയ ഒരു പുതിയ സമരമുറയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. അക്കാലഘട്ടത്തിൽ സിഡ്നി റൗലാറ്റ് എന്ന ബ്രിട്ടീഷ് ജഡ്ജ് ഇന്ത്യക്കാർക്കെതിരെ പുതിയ നിയമം പാസാക്കി. ഏതൊരു ഇന്ത്യൻ പൗരനെയും വിചാരണ കൂടാതെ തുറങ്കിലടയ്ക്കാനുള്ള പോലീസുകാർക്ക് അധികാരം നൽകുന്നതായിരുന്നു ആ നിയമം. ഈ നിയമത്തിനെതിരെ ഇന്ത്യയൊട്ടാകെ പ്രതിഷേധം ആളിക്കത്തി. 1919 ഏപ്രിൽ 23 റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധ സൂചകമായി പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ വാലാബാഗിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 15,000 ജനങ്ങൾ ഒരുമിച്ചുകൂടി. ഈ പ്രതിഷേധത്തിനെതിരായി മനുഷ്യ മനസ്സുകളെ ഞെട്ടിച്ചുകൊണ്ട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നിറയൊഴിക്കാൻ അന്നത്തെ കേണലായിരുന്ന ഡയർ ഉത്തരവിട്ടു. 1500-ൽ പരം ആളുകളുടെ മരണത്തിനിടയാക്കിയ ഈ സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ചുവന്ന ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സംഭവം എല്ലാ ഭാരതീയരെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നതിനായി പ്രേരിപ്പിച്ചു. 1920-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തിനകം സ്വരാജ് വേണമെന്നാവശ്യപ്പെട്ട് നിസ്സഹകരണ സമരം ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും ബ്രിട്ടീഷ് ഭരണകൂടത്തോട് പരിപൂർണമായി അസഹകരിക്കുകയും ചെയ്തു. എന്നാൽ 1922 ഫെബ്രുവരി 4 പ്രതിഷേധക്കാർ ചൗരി ചൗര എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷന് തീവയ്ക്കുകയും അവിടെയുള്ള പോലീസുകാർ വെന്തുമരിക്കുകയും ചെയ്തു. ഇതിനനുശോചിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി നിസ്സഹകരണ സമരം പിൻവലിച്ചു. 1925 കക്കോരി എന്ന സ്ഥലത്ത് ഇന്ത്യൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടന ട്രെയിൻ തടഞ്ഞു വയ്ക്കുകയും അതിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ കൊള്ളയടിക്കുകയും ചെയ്തു. ഇത് പിൽക്കാലത്ത് കക്കോരി ട്രെയിൻ കോൺസ്പിറസി അറ്റ് 1925 എന്നറിയപ്പെട്ടു. ഇത് പ്രതിഷേധത്തിന് ആയുധങ്ങൾ വാങ്ങാനായി ഉപയോഗിച്ചു. എന്നാൽ ആ ട്രെയിനിലെ ഒരു ഇന്ത്യക്കാരനെയും അവർ കൊള്ളയടിച്ചില്ല. 1928 ഒരു സമരത്തിനിടെ നടന്ന ലാത്തി ചാർജിൽ ഇന്ത്യൻ യുവതലമുറയുടെ പ്രചോദനമായിരുന്ന ലാലാ ലജ്പത് റായിയെ ബ്രിട്ടീഷ് പട്ടാളം വകവരുത്തി. ഇതിനെതിരെ പ്രതിഷേധമെന്ന വണ്ണം യുവതലമുറയുടെ പ്രതീകങ്ങളായ ഭഗത് സിംഗ്, രാജ്ഗുരു പോലെയുള്ള യുവ നേതാക്കൾ ബ്രിട്ടീഷിനെതിരെ പുതിയ സമരമുറകളുമായി കടന്നു വന്നു. 1929 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞതിന് ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റി. 1930 ജനുവരി 26 ഇന്ത്യ സ്വതന്ത്രയായി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇത് അംഗീകരിച്ചില്ല. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ദണ്ഡി കടപ്പുറത്തേക്ക് കാൽനടയായി യാത്ര ചെയ്ത് ഗാന്ധിജിയും കൂട്ടുകാരും ഉപ്പ് പെറുക്കി പ്രതിഷേധിച്ചു. ഇതിനോട് ആദരസൂചകമായി എല്ലാ ഭാരതീയരും സമരത്തിൽ പങ്കെടുത്തു. ഓഫീസുകളും സ്കൂളുകളും കോളേജുകളും അടഞ്ഞുകിടന്നു. വിദേശീയ സാധനങ്ങൾ നടുറോഡിലിട്ട് കത്തിച്ചു കളഞ്ഞു. കരമടയ്ക്കുന്നത് ബഹിഷ്കരിച്ചു. ആ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ജനതയുടെ അഭിമാനമായ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഗാന്ധിജിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെയും ജപ്പാന്റെയും സഹായത്തോടുകൂടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഇന്ത്യയിൽ നിന്ന് തുരത്തി ഓടിക്കാമെന്ന പൂർണ്ണമായ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരെ സ്വരൂപിച്ച് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു. തങ്ങളെക്കാളും ഒരുപാട് ശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നേർക്കുനേരെ നിന്ന് പോരാടാൻ നേതാജി കാണിച്ച ധൈര്യം ഏതൊരു ഭാരതീയനും രോമാഞ്ചമുളവാക്കുന്നതാണ്. 1939-45 കാലഘട്ടത്തിൽ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1942
ബ്രിട്ടീഷുകാരെ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് തുരത്തിയോടിക്കുക എന്ന ലക്ഷ്യവുമായി കോൺഗ്രസിൻ്റെ സഹായത്തോടുകൂടി ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു മുദ്രാവാക്യം. ഇതിനെ തകർക്കാനായി ബ്രിട്ടീഷുകാർ ഗാന്ധിജിയെ വീണ്ടും ജയിലിൽ അടച്ചു. എന്നാൽ ഇത്തവണ എല്ലാ ഭാരതീയരും രണ്ടും കൽപ്പിച്ചായിരുന്നു. ഭയമെന്ന വികാരം അവരിൽ നിന്ന് മാഞ്ഞുപോയിരുന്നു. തീത്തുപ്പുന്ന തോക്കുകളോ മരണത്തിന് തൂക്കുകയറോ അവർ ഭയപ്പെട്ടില്ല. ഇത്തരമൊരു മാനസികാവസ്ഥയുള്ള ജനങ്ങളോട് പോരാടാനുള്ള ശക്തി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നില്ല. ഏതു നിമിഷവും ഭാരതം സ്വാതന്ത്ര്യം നേടിയെടുക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം എല്ലാവരിലും ഉടലെടുത്തു. എന്നാൽ ബ്രിട്ടീഷ് പാകിയ മതവിദ്വേഷത്തിൻ്റെ വിത്ത് അപ്പോഴേക്കും ഒരു വലിയൊരു മരമായി മാറിയിരുന്നു. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായ ഒരു സ്വതന്ത്ര രാജ്യം പാകിസ്ഥാനായി മുറവിളികൾ ഉയർന്നു. അതുവരെ സ്വാതന്ത്ര്യത്തിനായി ഒരുമിച്ച് പോരാടിയ സഹോദരങ്ങൾ നേർക്കുനേർ തിരിയുന്ന കാഴ്ചയുണ്ടായി. അവർ പരസ്പരം പോരാടി, കലഹിച്ചു, മതത്തിൻ്റെ പേരിൽ രക്തം ചിന്തി. ഇതെല്ലാം കണ്ട് ദൂരെ നിന്ന് തോൽവിയിലും ആഹ്ലാദിക്കുന്ന ഒരു നികൃഷ്ട ജനമുണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഭരണകൂടം. ഇതിൻ്റെ പരിണതഫലമായി ഭാരതമെങ്ങും കത്തിജ്വലിച്ചു. ഭാരതത്തിൻ്റെ നേതാക്കന്മാർക്ക് ഇതെല്ലാം നിസ്സംഗതയോടെ നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യത്തെ ജനത മുഴുവൻ ഉറങ്ങാതിരുന്നു. ഇതായിരുന്നു ആ സമയം. 1000 യോദ്ധാക്കൾ രക്തം ചിന്തിയ സ്വപ്ന സാക്ഷാത്കാര നിമിഷം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഓർക്കാം, ബ്രിട്ടീഷുകാരോട് നെഞ്ചു നിവർത്തി പോരാടിയ പഴശ്ശിരാജയെ, സ്ത്രീയുടെ ധൈര്യമെന്ന വാക്കിന് പര്യായമായ ഝാൻസി റാണിയെ, തൂക്കുമരത്തെ ചിരിച്ചുകൊണ്ട് വരവേറ്റ ഭഗത് സിംഗിനെ, എതിരാളിയുടെ ശക്തിയെ ഒട്ടും ഭയക്കാത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ മുന്നിൽ നിന്ന് നയിച്ച ജവഹർലാൽ നെഹ്റുവിനെ, എല്ലാറ്റിലും ഉപരിയായി അഹിംസ എന്ന മഹാശക്തിയുള്ള ആയുധം കൊണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തരായ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച മഹാത്മാഗാന്ധിയെ. എന്നാൽ ചിന്തിക്കുക, ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചോ? സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന, അവരെ ചൂഷണം ചെയ്യുന്ന, അവരിൽ മതവർഗീയ വിദ്വേഷ വിഭജന തന്ത്രം ഉപയോഗിക്കുന്ന പുരാതന ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ വക്താക്കളായ നൂതന ഇന്ത്യയുടെ സംഘടനകൾക്ക് കീഴിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഈ ചോദ്യം ഉയരേണ്ടത് നമ്മുടെ നെഞ്ചിലാണ്. അതിനുത്തരവാദിത്വം നമ്മുടെയാണ്. കാരണം നമ്മളാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജയ് ഹിന്ദ്.